എന്തിനാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചത്? ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നത് കൊണ്ടാണോ? എങ്കിൽ ആ സത്യാവസ്ഥ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 1950-60 കാലഘട്ടത്ത് അമേരിക്കയുടെ ഏറ്റവും വലിയൊരു സുഹൃത്തായിരുന്നു ഇറാൻ. ഈ സമയം അമേരിക്ക ധാരാളം ന്യൂക്ലിയർ ടെക്നോളജീസ് ഇറാന് കൈമാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് 1971 പ്രേഷ്യൻ സാമ്രാജ്യത്തിൻ്റെ 2500-ാം വർഷത്തിൻ്റെ വാർഷിക ആഘോഷം ഇറാനിൽ വെച്ച് നടക്കുന്നത്. വലിയൊരു സൽക്കാര പാർട്ടിയായിരുന്നു അന്ന് ഇറാൻ ഭരണകൂടം അവർ ക്ഷണിച്ചു വരുത്തിയ അതിഥികൾക്ക് കൊടുത്തത്. എന്നാൽ അത് ഇറാൻ ജനതയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതായിരുന്നു വാസ്തവം. അങ്ങനെ ഇറാൻ ജനതയ്ക്ക് അവിടുത്തെ ഭരണകൂടത്തിന് നേരെ ഒരു ഭരണവിരുദ്ധ വികാരം ഉടലെടുക്കുകയുണ്ടായി. അത് വളർന്ന് 1979 ഇസ്ലാമിക് റവല്യൂഷൻ വഴി അന്നത്തെ ഭരണകൂടത്തിൻ്റെ തലവനായിരുന്ന ഷാ ഭരണകൂടത്തിനെ താഴെ ഇറക്കി ഖമനി ഭരണകൂടം അവിടെ ഇറാനിൽ അധികാരം നേടുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് ഐഡിയോളജികളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഖമനി ഭരണകൂടം അവരുടെ ഐഡിയോളജി അവിടെ നടപ്പിലാക്കിയാണ്. അതുമാത്രമല്ല, അന്ന് ഇറാനിൽ അമേരിക്കയുടെ സഹായത്തോടുകൂടെ നടത്തിക്കൊണ്ടിരുന്ന എല്ലാ ന്യൂക്ലിയർ പ്രോജക്റ്റ് നിർത്തുകയും ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുമാരെ ഇറാനിൽ നിന്നും പുറത്താക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അതിൻ്റോടൊപ്പം ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൂടെ എടുക്കുകയുണ്ടായി. ഇനി മുതൽ ഇറാനിലെ ക്രൂഡ് ഓയിലിൻ്റെ കച്ചവടം അമേരിക്കയുടെ സഹായത്തോടുകൂടെ അല്ലാതെ ഇറാൻ സ്വതന്ത്രമായിട്ട് നടത്തുമെന്നുള്ളത്. അതെല്ലാം കഴിഞ്ഞ് 2007 ആയപ്പോൾ ഇറാൻ ഒരു നിർണായക തീരുമാനമെടുക്കുകയായിരുന്നു. ആ തീരുമാനം എങ്ങനെയായിരുന്നു? ഇനി ഇറാനിലുള്ള ക്രൂഡ് ഓയിലിൻ്റെ കച്ചവടം ഡോളറിൽ നിന്നും മാറ്റി വേറെ കറൻസികളിലേക്ക് മാറ്റും. അതിൻ്റെ ആദ്യ ചുവടുവെപ്പായിരുന്നു 2007. 2012 ആയപ്പോൾ ഇറാനിലെ എല്ലാ ക്രൂഡ് ഓയിൽ കച്ചവടവും ഡോളറിൻ്റെ സഹായത്തോടു കൂടെ അല്ലാതെ നടന്നു വന്നു. ഇത് സത്യത്തിൽ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയെ ദോഷകരമായിട്ടാണ് ബാധിച്ചത്. ഈ സമയത്താണ് അമേരിക്ക പലപ്പോഴുമായിട്ട് ഇറാനുമായിട്ട് കൊമ്പ് കോർക്കുന്നത്. അങ്ങനെ 2025-26 കാലഘട്ടത്ത് അമേരിക്ക ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ പേരിൽ ധാരാളമായി ഇറാനെ സമ്മർദ്ദപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇരിക്കെയാണ് ഒമാൻ്റെ മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും ചർച്ചകൾ ആരംഭിക്കുന്നത്. ആ ചർച്ചയിൽ ആദ്യമേ അംഗീകരിച്ച ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. തങ്ങളുടെ യുറേനിയം എൻറിച്ച്മെൻറ്റ് 0% കുറയ്ക്കാൻ അവർ തയ്യാറാണെന്നാണ് തീരുമാനിച്ചത്. അത് കഴിഞ്ഞിട്ടുള്ള നെഗോസിയേഷൻ ഇതായിരുന്നു. ഇതുവരെ അമേരിക്ക ഇറാന് മേൽ നടത്തിയിരുന്ന ഉപരോധങ്ങൾ എങ്ങനെയാണ് പടിപടിയായി മാറ്റുന്നത്. ഈ ചർച്ച ആരംഭിക്കുമ്പോൾ അമേരിക്കയ്ക്ക് മനസ്സിലായി ഇത് ഇറാന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലോട്ടാണ് പോകുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇറാൻ എണ്ണ ഇനിയും ഡോളറിൻ്റെ സഹായത്തോടല്ലാതെ ആയിരിക്കും അവർ വിൽക്കുക. അത് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയെ വളരെ മോശമായ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ പേരിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.